കണ്ണൂർ മേലെച്ചൊവ്വ മേൽപ്പാല നിർമ്മാണവുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ പോര് കനക്കുന്നു. പദ്ധതിയുടെ പ്രായോഗികത സംബന്ധിച്ച് വിശദമായ പരിശോധന വേണമെന്ന് കണ്ണൂർ MLA TO മോഹനൻ ആവശ്യപ്പെട്ടു. പദ്ധതി പാതി വഴിയിൽ ഉപേക്ഷിക്കാനുള്ള നീക്കം അനുവദിക്കില്ലെന്ന് CPIM-ഉം BJP-യും വ്യക്തമാക്കി. മേലെച്ചൊവ്വയിൽ മേൽപ്പാലം നിർമ്മിക്കുന്നതോടെ കണ്ണൂർ നഗരത്തിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണാനാവുമെന്നായിരുന്നു കണക്കുകൂട്ടൽ. 50 കോടിയോളം രൂപ ചെലവ് കണക്കാക്കുന്ന പദ്ധതിയുടെ നിർമ്മാണവും ആരംഭിച്ചു. ഊരാളുങ്കൽ സൊസൈറ്റി ഏറ്റെടുത്ത നിർമ്മാണം അടുത്ത ഫെബ്രുവരിയോടെ പൂർത്തിയാക്കുമെന്നാണ് പ്രഖ്യാപനം. തൂണുകളുടെ പൈലിങ്ങും സർവീസ് റോഡുകളുടെ നിർമ്മാണവും നടക്കുന്നുണ്ട്. പ്രദേശവാസികളും കടയുടമകളും മേൽപ്പാലം നിർമ്മാണം അശാസ്ത്രീയമാണെന്ന നിലപാട് ഉന്നയിച്ചതോടെ സ്ഥലം MLA അടക്കമുള്ളവർ വീണ്ടും വിഷയത്തിൽ ഇടപെട്ടു. ഇപ്പം മേലെച്ചൊവ്വയിലല്ല, യഥാർത്ഥത്തിൽ ഇപ്പോൾ ഏറ്റവും വലിയ ഗതാഗതക്കുരുക്ക് പ്രശ്നമുണ്ടാകുന്നത് താഴെ ചൊവ്വയിലാണ്. എന്ന് കരുതി ഈ പദ്ധതി ഉപേക്ഷിക്കണം എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഈ പദ്ധതി ആദ്യത്തെ മുതൽ തന്നെ രൂപകൽപ്പന ചെയ്തത് അശാസ്ത്രീയമായിട്ടാണ്. കാരണം ഇവിടെ മേൽപ്പാലം എന്നൊക്കെ പറയുമ്പോൾ ജനങ്ങളെ മനസ്സിലാത്ത ഒരു വലിയ നീളത്തിലുള്ളൊരു പാലം എന്നുള്ള രൂപത്തിലാണ്. പക്ഷേ ഇത് ധർമ്മസമാജത്തിൻ്റെ അടുക്കുന്ന ആരംഭിച്ച് തൊട്ടപ്പുറം അമ്പലം കഴിഞ്ഞാൽ തൊട്ടപ്പുറത്ത് ആ ടേണിങ്ങിലേക്ക് സമാപിക്കുന്ന വിധത്തിൽ പോലെയുള്ള ഒരിതാണ്. അപ്പോൾ അത് നിർമ്മിച്ചതിന് ശേഷം അതിനകത്ത് പ്രയാസമുണ്ട്, പ്രശ്നമുണ്ട് എന്ന് കണ്ടെത്തുന്നതിന് പകരം നിർമ്മിക്കുന്നതിന് മുൻപ് തന്നെ എന്തെങ്കിലും ഉണ്ടോ എന്ന് പരിശോധന നടത്തണം എന്ന് പറയുന്നതിൽ എന്താണ് തെറ്റ്? പ്രായോഗിക പരിശോധന നടത്താതെയാണ് പദ്ധതിയുമായി കഴിഞ്ഞ സർക്കാർ മുന്നോട്ടു പോയതെന്നാണ് വിമർശനം. അതേസമയം പദ്ധതിക്കെതിരായ നീക്കം ദുരൂഹമാണെന്നാണ് CPIM ആരോപിക്കുന്നത്. 40% പണി പൂർത്തിയായ ഘട്ടത്തിൽ നിർമ്മാണം നിർത്തിവെക്കാൻ ശ്രമമുണ്ടായാൽ ചെറുക്കുമെന്നാണ് CPIM നിലപാട്. പദ്ധതി ഉപേക്ഷിക്കരുതെന്ന് BJP-യും ആവശ്യപ്പെട്ടു. ന്യൂസ് മലയാളം, കണ്ണൂർ.